യുലെഫോൺ എന്ന ബ്രാൻഡിന്റെ യുലെഫോൺ ആർമർ 25T എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലെഫോൺ ആർമർ 25T എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ IP68 അതുപോലെ തന്നെ 69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ MIL STD810H സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സ്ട്രെങ്ത്തിനൊക്കെ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ഇത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. പിന്നെ ഇതിൽ മെറ്റൽ മിഡിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6500 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 30 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 21,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. നല്ല ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് GN1ന്റെ സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/1.31 ഇഞ്ചാണ്. പിന്നെ 64 മെഗാ പിക്സലിന്റെ OmniVision OV64Bയുടെ ഒരു നൈറ്റ് വിഷൻ ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ടെർമൽ ഇമേജിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷനും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചൊരു പ്രൊട്ടക്ഷനും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ 6GB റാമും 256GB ഇന്റേണലൊക്കെയാണ് വരുന്നത്. LPDDR4Xന്റെ റാമും UFS 2.1 സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 6GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് ഇതിൽ 12GB റാം വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനൽ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം 21,700 രൂപ പ്രൈസ് റേഞ്ചിലാണെങ്കിലും നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ LCD ഡിസ്പ്ലേ വരുന്നുള്ളൂ. അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ പൊതുവെ റഗഡ് ഫോൺസിൽ ഇങ്ങനെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് റഗഡ് ഫോൺസിൽ ഉണ്ടാവാറില്ല. പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻട്രൽ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ഫോണിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. AMOLED ഡിസ്പ്ലേ ഇല്ലാത്തത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫോണിന്റെ വെയിറ്റ് 326 ഗ്രാം വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം വെയിറ്റ് കൂടിയ ഫോണാണ്. അതുപോലെ തന്നെ തിക്നെസ് 12.5 mm വരുന്നുണ്ട്. അപ്പോൾ തിക്നെസ്സും അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ സാധാരണ ഫോണുകളെക്കാളൊക്കെ തിക്നെസ്സും വെയിറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷേ റഗഡ് ഫോൺസ് എന്നുള്ള സെഗ്മെന്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റും തിക്നെസ്സും അത്ര ഓവറാണ് എന്ന് പറയാനും പറ്റില്ല. പൊതുവേ റഗഡ് ഫോൺസ് ഇതിലും കൂടുതൽ വെയിറ്റും തിക്നെസ്സും വരാറുണ്ട്. ഇനി പ്രോസസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G99 എന്ന പ്രോസസറാണ് ഈ ഫോണിൽ വരുന്നത്. 21,700 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രോസസർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസർ അല്ല. പ്രോസസർ ശരിക്കും ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു പ്രോസസർ എന്നൊക്കെ പറയുന്നത് 13,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോസസറാണ്. എന്തായാലും പ്രോസസർ ഡിസപ്പോയിന്റിംഗ് ആണ്. 5G സപ്പോർട്ട് ഇല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ 5G സപ്പോർട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും ഇതിൽ വരുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടേ ഇതിൽ വരുന്നുള്ളൂ. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു ഫോണിന്റെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ $259.99 എന്ന പ്രൈസിംഗിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് 21,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇത് ഓഫർ പ്രൈസിംഗ് ആണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വാട്ടർ റെസിസ്റ്റന്റും ഡസ്റ്റ് റെസിസ്റ്റന്റും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നല്ല മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ നൈറ്റ് വിഷൻ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോസസ്സറോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സോ ഇതിൽ കൊടുത്തിട്ടില്ല.
അപ്പം അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് പറ്റിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണോ ഒന്നുമല്ല. നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും വരുന്നുണ്ട്, പിന്നെ നൈറ്റ് വിഷൻ ക്യാമറയും വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. എന്തായാലും യുലേഫോൺ ആർമർ 25T എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യൂ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.